ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൽ മൊഡ്യൂൾ 6 സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുടെ ഒരു ഭാഗമാണ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്സും ബാക്കിയുള്ള വീഡിയോസുകളൊക്കെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാം HSA മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മളെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിന്ന് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ കുറച്ച് ടേംസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കുറച്ച് ടേംസുകൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, എന്താണ് നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ? ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം. ആധുനിക, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇതൊക്കെ ഈ 4 ക്വസ്റ്റ്യൻസുകളും എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് സ്പിയർമാൻ ഉണ്ട്, സ്റ്റെഡക്കോർ ഉണ്ട്, ഗോസ് ഉണ്ട്, R.A. ഫിഷർ ഉണ്ട്. നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ആരാണ് ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. അത് R.A. ഫിഷറാണ്. ഓക്കെ, ഇനി ഇതൊക്കെ വേറെ നമുക്ക് ഇനിയും ഓരോന്ന് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് പറഞ്ഞിരുന്നു, അത് ആരാന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഹൽനോബിസ് അല്ലേ? അതെ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് R.A. ഫിഷറാണ്. രണ്ടാമത്തെ ചോദ്യം, നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏത് സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിന് മൊത്തത്തിൽ പറയുന്ന പേര് പോപ്പുലേഷൻ, സാമ്പിൾ, യൂണിറ്റ്, സ്ട്രാറ്റ. ഇതിന് നമ്മൾ കറക്റ്റ് ഓപ്ഷൻ നമുക്കറിയാം. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് ആവശ്യമായ കംപ്ലീറ്റ് ആളുകളെയും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്ന പേരാണത് പോപ്പുലേഷൻ അല്ലേ. സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. യൂണിറ്റും സ്ട്രാറ്റയും നമ്മൾ പറഞ്ഞിട്ടില്ല. സാമ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ അനന്തമാണെങ്കിൽ, ഓക്കെ, പോപ്പുലേഷൻ അനന്തമാണെങ്കിൽ ആ പോപ്പുലേഷൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ പഠനം നടത്താൻ അതിൻ്റെ ഒരു ഭാഗം എടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാമ്പിൾ. അഥവാ ആ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗം, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏത് സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? പോപ്പുലേഷൻ. ഇനി താഴെ പറയുന്ന ഏത് സ്ഥാപനമാണ് പ്രൊഫസർ മഹലനോബിസ് സ്ഥാപിച്ചത്? ഇതിൽ ഏത് സ്ഥാപനമാണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ മഹൽനോബിസ് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പഠിക്കുന്ന സമയത്ത് പറഞ്ഞാണ് ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് മഹലനോബിസ്, പ്രൊഫസർ മഹൽനോബിസ് സ്ഥാപിച്ച സ്ഥാപനം എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, പ്രീവിയസ് നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ വിവരസമ്പാദകൻ, അന്വേഷകൻ, വിവരദാതാവ്, സാക്ഷി എന്ന് പറയും. ആരാണ് വിവരസമ്പാദകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷകൻ ചുമതലപ്പെടുത്തുന്ന ആളാണ് ആര്? വിവരസമ്പാദകൻ. അന്വേഷകനാണ് ആര്? ഒരു അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന. വിവരദാതാവ് എന്ന് പറഞ്ഞാൽ വിവരം നൽകുന്ന ആളാണ്. സാക്ഷിനി നമ്മൾ വരുന്നേ ഉള്ളൂ. ഓക്കെ, അന്വേഷകൻ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി എന്നുള്ളത് ആ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ എക്സാമിന് ചോദിക്കും എന്നുള്ളത് മനസ്സിലായല്ലോ. അളവുകളുടെ തലങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലെവൽ ഓഫ് മെഷർമെൻറ്റ്. SS സ്റ്റീവൻസ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഒരു 3 തലങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അളവുകളുടെ തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നാമപരം നോമിനൽ, ക്രമപരം ഓർഡിനൽ, സംഖ്യാപരം കാർഡിനൽ. ഇങ്ങനെ 3 ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തലം തിരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത അളവ് തലങ്ങളിൽ വിശദീകരിച്ചു. ആര്? SS സ്റ്റീവൻസ്. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നാമപരമായത് നോമിനൽ, ലിംഗം, ദേശം തുടങ്ങിയവ പോലുള്ള വിഭാഗങ്ങളെ തരംതിരിച്ച് പേര് നൽകുന്നതിന്. സംഖ്യാപരമായി പ്രാധാന്യം ഇല്ല. നമ്മൾ നാമങ്ങളായിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മെയില്, ഫീമെയില്, അല്ലെങ്കിൽ
കേരള, അങ്ങനത്തെ ഓരോന്നുണ്ടല്ലോ, നമ്മൾ നേരത്തെ ജോമെട്രിക്കൽ എന്നൊക്കെ തിരിച്ച പോലെ അതുപോലത്തെ ഒരു ഇതാണിത്. നാമപരമായത്, സംഖ്യാപരമായിട്ട് പ്രാധാന്യം ഇല്ല. ഇവിടെ സംഖ്യ കേവലം തിരിച്ചറിയാനുള്ള അടയാളമാണ്. ആൺ പെണ്ണ് എന്നൊക്കെ പറയുന്നതിനൊരു എക്സാമ്പിളാണ് മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്നത്. എന്തിന്? നാമപരമായ ക്ലാസിഫിക്കേഷൻ, നോമിനൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഞാൻ അടുത്ത് വരുന്നത് ക്രമപരമായ, ഓർഡിനൽ. ക്രമപരമായ ചരങ്ങളുടെ വിലകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയ്ക്ക് ക്രമം നൽകുന്നത്. ഒരു ഓർഡറിലായിരിക്കും ഇത് പോവുക. ഓക്കെ, ക്രമപര തലത്തിൽ ഓരോ വിഭാഗത്തിനും നൽകിയ കോഡുകൾക്ക് നിശ്ചിത ക്രമം ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഒരു സ്കൂളിലെ കുട്ടികളുടെ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 1 എന്ന് കൊടുത്തു, 2-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 2, 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 3, 4-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് 4, 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5. അങ്ങനെ ഓരോ ക്ലാസ്സിനനുസരിച്ച് നമ്മൾ ഓരോ ക്രമ നമ്പറുകൾ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ക്രമപരമായ അല്ലെങ്കിൽ ഓർഡിനൽ എന്ന് പറയുന്നത്. ഓർഡിനലും കാർഡിനലും മാറിപ്പോരുത് കേട്ടോ. ദെൻ സംഖ്യാപരം, അതാണ് കാർഡിനൽ എന്ന് പറയുന്നത്. ഗണാത്മക ചരത്തെ സംബന്ധിച്ച്, ഗണാത്മക എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താ തുടർച്ചരങ്ങളും നമ്മൾ ഗണത്തിനെ തന്നെ നമ്മൾ രണ്ടാക്കിയിട്ടൊക്കെ പറഞ്ഞിരുന്നു. ഗണാത്മകം ഗുണാത്മകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടർച്ചരങ്ങളും വേറിട്ട ചരങ്ങളും ഗണാത്മകത്തിന്റെ വേറെ 2 ഭാഗങ്ങളാണ് അല്ലെ. ഇവിടെ ഗണാത്മക ചരം അഥവാ സംഖ്യാപരമായ ക്ലാസിഫിക്കേഷൻ, കാർഡിനൽ ക്ലാസിഫിക്കേഷൻ വരുന്ന എന്താണ്? ഗണാത്മക ചരത്തെ സംബന്ധിച്ചുള്ള ഡാറ്റയാണ് എന്ത്? സംഖ്യാപരമായ തരംതിരിവ്. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഉയരം, സ്കൂൾ അധ്യാപകരുടെ മാസശമ്പളം, ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മാർക്കുകൾ എന്നിവ സംഖ്യാപരമായ ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്, അഥവാ കാർഡിനൽ ക്ലാസിഫിക്കേഷന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ നോമിനൽ, ഓർഡിനൽ, കാർഡിനൽ, നാമപരം, പിന്നെ സംഖ്യാപരം, പിന്നെ എന്താണ് ക്രമപരം. ഓക്കെ, നാമപരം, ക്രമപരം, സംഖ്യാപരം. ഓക്കെ, നോമിനൽ, ഓർഡിനൽ, കാർഡിനൽ, ഇത് 3 പഠിക്കുക കേട്ടോ. ഇനി പ്രാഥമിക ഡാറ്റയും ദ്വിതീയ ഡാറ്റയും, പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. എന്താണ് പ്രൈമറി ഡാറ്റ, പ്രാഥമിക ഡാറ്റ എന്ന് പറയും. എന്താണ് സെക്കൻഡറി ഡാറ്റ, ദ്വിതീയ ഡാറ്റ? ഇത് രണ്ടുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ശേഖരിച്ച അസംസ്കൃത വസ്തുക്കളെയും സംഖ്യകളെയുമാണ് ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ കളക്ട് ചെയ്തതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്, നമുക്കറിയാം. നിലവിലുള്ള സ്രോതസ്സുകളിൽ നിന്നോ, ശ്രദ്ധിച്ചോണേ, നിലവിലുള്ള സ്രോതസ്സുകളിൽ നിന്നോ പരീക്ഷണങ്ങൾ നടത്തിയോ സർവേ നടത്തിയോ ഡാറ്റ ശേഖരിക്കാവുന്നതാണ്. ഡാറ്റ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ശേഖരിക്കാം. ഈ ശേഖരണ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികം, ദ്വിതീയം അഥവാ പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ തരംതിരിക്കാം. ഇനി ഒരു അന്വേഷകന്, ഒരു ഇൻവെസ്റ്റിഗേറ്റർക്ക് തൻ്റെ സ്വന്തം ആവശ്യത്തിനായി വിവരദാതാക്കളിൽ നിന്ന് നേരിട്ട്, ശ്രദ്ധിക്കുക, വിവരദാതാക്കളിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് പ്രാഥമിക ഡാറ്റ, പ്രൈമറി ഡാറ്റ. ഇത് പ്രകൃത്യാ പുതുമയുള്ളതാവുന്നു. ഇനി നിലവിലുള്ള സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിക്കാത്തതോ ആയ ഡാറ്റയാണ് ദ്വിതീയ ഡാറ്റ. ചുരുക്കി പറഞ്ഞാലോ, നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണോ കളക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ആരുടെ കയ്യിൽ നിന്നാണോ വിവരങ്ങൾ അറിയേണ്ടത്, അവരുടെ കയ്യിൽ നിന്നും നമ്മൾ നേരിട്ട് ഡാറ്റ ചോദിച്ച് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും സ്രോതസ്സുകൾ ഉപയോഗിച്ച്, അഥവാ പത്ര കട്ടിങ്ങുകൾ അല്ലെങ്കിൽ മാസികകൾ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ വിശദീകരണം ചെയ്യുന്നതെങ്കിൽ അത് വേറൊരു രണ്ടാമത്തെ ഒരാളുടെ സഹായത്തോടെ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ദ്വിതീയ ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദ്വിതീയ ഡാറ്റ നമുക്ക് ആവശ്യമായ ഘടനയിലാവണമെന്നില്ല, അത് നമുക്ക് വേണ്ടതിലാവണമെന്നില്ല. നമ്മളത് കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട രീതിയിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പോൾ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. ഇനി ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. പ്രാഥമിക ഡാറ്റ, ദ്വിതീയ ഡാറ്റ. അത് ഫസ്റ്റ് പറയുന്നത് മൗലിക സ്വഭാവമുള്ളതാണ് ആര്? പ്രാഥമിക ഡാറ്റ എന്ന് പറയുന്നത്. ദ്വിതീയ ഡാറ്റയ്ക്ക് മൗലിക സ്വഭാവം ഇല്ലാതാകുന്നു. ഇനി ഇത് അസംസ്കൃത രൂപത്തിലാണ്. നമ്മൾ കളക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ മാറ്റണം. ഡയറക്റ്റ് നമ്മൾ കളക്ട് ചെയ്യണം. ഇത് പൂർണ്ണമായും ഉൽപ്പന്ന രൂപത്തിലാണ്, വേറെ ഒന്നിൽ നിന്ന് നമ്മൾ എടുക്കുന്നതാണ് അല്ലേ. ശേഖരണത്തിന് കൂടുതൽ സമയവും ധനവും ആവശ്യമാണ്. കാരണം നമ്മൾ നേരിട്ട് പോയി കളക്ട് ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയവും ധനവും ആവശ്യമാണ്. പക്ഷെ ഇത് ഓൾറെഡി കളക്ട് ചെയ്തതിന് നമ്മൾ വിശകലനം ചെയ്യാൻ എടുക്കുന്നതായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയവും ധനവും മതി.
പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണ്. നല്ല പരിശീലനമുള്ള ആളുകൾ തന്നെ വേണം. ഡയറക്റ്റ് നമ്മൾ പോയിട്ട് ഇതാക്കണേ. നമുക്കൊരു പരിചയം അല്ലെങ്കിൽ ഒരു പരിശീലനം ഇല്ലാത്ത ആളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ ആയിരിക്കില്ല ചിലപ്പോൾ അവർ അന്വേഷിക്കണം, അല്ലേ? അന്വേഷകൻ ഡാറ്റ ശേഖരിക്കുമ്പോൾ ശ്രദ്ധാലു ആവേണ്ടതുണ്ട്. നമ്മൾ വേറൊരു ഇവിടെ ദ്വിതീയ ഡാറ്റയിൽ കേട്ടോ, വേറൊരു സ്രോതസ്സിൽ നിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് തന്നെ അന്വേഷകൻ നമുക്ക് ആവശ്യമായത് തന്നെയാണോ എന്നുള്ളത് നോക്കി കണ്ടറിഞ്ഞിട്ട് വേണം എന്താവാൻ, ഇത് ഡാറ്റ കളക്ട് ചെയ്യാനും. നമുക്ക് വേറൊരു സ്രോതസ്സിൽ നിന്ന് കിട്ടുന്നതാണ് കരുതിയാണ്ട് നമ്മൾ എല്ലാതും ഇങ്ങോട്ട് എടുക്കണം എന്നില്ല. നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട ആവശ്യം തന്നെ വേണ്ട, അപ്പം കറക്റ്റ് ശ്രദ്ധയോട് കൂടി തന്നെ എന്താവണം, ചെയ്യണം. അന്വേഷകൻ ഡാറ്റ ശേഖരിക്കുമ്പോൾ ശ്രദ്ധാലുവായുണ്ട്. ഉപയോഗശേഷം ദ്വിതീയ ഡാറ്റയാവുന്നു, അല്ലേ? നമ്മൾ പ്രാഥമിക ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ അതിനൊരു വിശകലനം ചെയ്ത് നമ്മൾ അതിന് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരാൾ ഈ ഡാറ്റയെക്കുറിച്ച് പഠിക്കാൻ വരുമ്പോൾ അയാൾ നമ്മളത് ഉപയോഗിക്കും. അപ്പം നമ്മളത് എന്താവും, ഉപയോഗശേഷം ദ്വിതീയ ഡാറ്റയായിട്ട് മാറും. പക്ഷെ പ്രാഥമിക ഡാറ്റനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ദ്വിതീയ ഡാറ്റ എന്താവില്ല, പ്രാഥമിക ഡാറ്റയായിട്ട് മാറൂല. പ്രാഥമിക ഡാറ്റ പരിവർത്തനം ചെയ്യാൻ കഴിയില്ല. അതായത് ദ്വിതീയ ഡാറ്റ തിരിച്ചെന്താവില്ല, പ്രാഥമിക ഡാറ്റ. ഇപ്പോൾ ദ്വിതീയ ഡാറ്റ ഓൾറെഡി സെക്കൻഡറി ആയി, പിന്നെ അത് പ്രൈമറി ആയിട്ട് മാറുമോ? ഇല്ലല്ലോ. പക്ഷെ പ്രൈമറി പിന്നെ എന്താവും, സെക്കൻഡറി ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്തത് കേട്ടോ. അതായത് നോമിനൽ, ഓർഡിനൽ, കാർഡിനൽ, നാമപരം, ക്രമപരം, സംഖ്യാപരം, അതൊന്ന് നോക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ പ്രാഥമിക ഡാറ്റയും ദ്വിതീയ ഡാറ്റയും, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും, ഇതിൻ്റെ ഈ ക്ലാസിഫിക്കേഷനും ഒന്നൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻസ് തന്നിട്ട് നമുക്കിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ അധികം വരാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയും നമ്മളോട് ചോദിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ദ്വിതീയ ഡാറ്റയുമായിട്ട് ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് പ്രാഥമിക ഡാറ്റയുമായിട്ട് ബന്ധപ്പെടുന്നത്, അത്തരത്തിലുള്ള ഓപ്ഷനുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ PSCക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് കൂടുതൽ വരുന്നത്, അല്ലേ? കൂടുതലല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യണത്. ഓക്കെ, നമുക്കിനി അടുത്ത ഒരു ഇതുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.